അമേരിക്ക ആസ്ഥാനമായ കോറോ ഹെൽത്തിൽ മുന്നറിയിപ്പില്ലാതെ ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കോഴിക്കോട്ടെയും കൊച്ചിയിലെയും ഓഫീസിലെത്തിയ ജീവനക്കാർ ഓഫീസിൽ പ്രവേശിക്കാൻ കഴിയാതെ പുറത്തു നിൽക്കുകയാണ്. ലേബർ കമ്മീഷണർ ഇന്ന് കൊച്ചിയിലെത്തി ചർച്ച നടത്തും. റഹീമാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ബെൻസൺ ബാബു കോഴിക്കോട് നിന്നും ചേരും. ആദ്യം റഹീമിലേക്കാണ് പോകുന്നത്. റഹീം, ഇന്ന് ലേബർ കമ്മീഷണർ ഇവിടെ എത്തിയുള്ള ഒരു ചർച്ച ഇന്നുണ്ടാകുമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് എപ്പോഴാണ്? ആ ചർച്ചയിൽ ഒരു സമവായത്തിനുള്ള സാധ്യതയുണ്ടോ? പിന്നെ ഈ ലേബർ കോഡിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവിടെ പിരിച്ചുവിടലൊക്കെ നടന്നിട്ടുള്ളത് എന്നൊക്കെയാണല്ലോ കമ്പനിയുടെ ഒരു അവകാശവാദം എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും ലേബർ കോഡിൽ തന്നെ ഈ 300-ലധികം ആളുകളെയൊക്കെ ഒരു സ്ഥാപനത്തിൽ നിന്ന് കൂട്ടമായി പിരിച്ചുവിടാനുള്ള ഒരു വ്യവസ്ഥയുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. അങ്ങനെ ഇല്ല എന്നുള്ളത് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ലേബർ കമ്മീഷണർ ഇവിടെ എത്തിയുള്ള ഈ ചർച്ച എത്രത്തോളം അതിലൊരു സമവായ സാധ്യത ഉണ്ട്? മറ്റൊന്ന്, ഇന്നും അവിടെ ജീവനക്കാരെത്തി എന്നാണ് അറിയുന്നത്. അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ഏത് നിലയ്ക്കാണ്? ശ്യാമലി, ആദ്യമായി ഇന്ന് രാവിലെ 11 മണിക്കാണ് ലേബർ കമ്മീഷനും അതോടൊപ്പം തന്നെ കമ്പനി പ്രതിനിധികളും ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ ചേർന്നുള്ള ഒരു സംയുക്ത ചർച്ചയ്ക്ക് പറഞ്ഞിരുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ ജീവനക്കാരെ പിരിച്ചുവിട്ടതിന് ശേഷം തൃക്കാക്കര MLA ഉമാ തോമസ് സ്ഥലത്തെത്തുകയും പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുകയും കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ആ ഒരു പിരിച്ചുവിടൽ നടപടി കമ്പനിയുടെ ഭാഗത്തു നിന്ന് മരവിപ്പിച്ചുകൊണ്ടുള്ളൊരു കാര്യം അവർ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീട് അവർ പറഞ്ഞൊരു കാര്യം, ഈ കാര്യത്തിൽ ഒരു കമ്പനി മേലധികാരികളുമായി ചർച്ച ചെയ്തതിനു ശേഷം എന്ത് തീരുമാനം ഉണ്ടാകുമോ ആ തീരുമാനം വരുന്നതുവരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു കമ്പനി ഭാഗത്തു നിന്ന് അറിയിച്ചത്. പക്ഷേ ആ ചർച്ച നടന്ന ഏതാണ്ട് മണിക്കൂറുകൾക്കകമാണ് പല ജീവനക്കാർക്കും അവരുടെ പിരിച്ചുവിടൽ ആനുകൂല്യങ്ങൾ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. അതായത് കമ്പനി ഒരു തീരുമാനം എടുത്തിരുന്നു, ആ കമ്പനി തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ നിന്ന് വ്യക്തമായത്. ഏതായാലും അതിന് പിന്നാലെ ഇവർക്ക് ആ ചർച്ചയിൽ നൽകിയിരുന്ന ഒരു കാര്യം തിങ്കളാഴ്ച മുതൽ സാധാരണ പോലെ ജോലിക്ക് വരിക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവർ ഇന്ന് ജോലിക്ക് വന്നപ്പോൾ ഈ സ്പേസിലേക്ക് ഇവരെ കയറാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇൻക്യുബേ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്പേസ് ആണ് ഈ കോറോ ഹെൽത്ത് കമ്പനി പ്രവർത്തിക്കാനായി എടുത്തിരുന്നത്. അവിടെ എത്തിയപ്പോൾ ഈ ജീവനക്കാരെ ആരെയും തന്നെ അകത്തേക്ക് കയറാൻ അവർ അനുവദിച്ചിരുന്നില്ല. കാരണം ഇവരുടെ ബയോമെട്രിക്കുകൾ അടക്കം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തൊഴിലാളികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ചില ആളുകൾ ഇപ്പോൾ 11 മണിക്ക് നടക്കുന്ന ചർച്ചയ്ക്ക് പോവുകയാണ്. ഇവിടെ ഇവരെ തുടരുകയാണ്. ഇന്ന് രാവിലെ നിങ്ങൾ വന്നപ്പോൾ ഇവർ കയറാൻ അനുവദിക്കാതിരുന്നതാണ്. അതെ. എന്താ പറയുന്നത്? അവർ പറഞ്ഞത് ഇൻഡിക്യൂബിൻ്റെ എന്താ പറയുന്നത് സെക്യൂരിറ്റി സ്റ്റാഫ്സിൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങളെ പ്രവേശിപ്പിക്കേണ്ട എന്നുള്ളത് തന്നെ. ഞങ്ങൾ രാവിലെ വന്ന് ഇവിടെ കാത്തു നിന്നു. ജസീലും വന്നു. പിന്നെ ജസീലുമായിട്ട് ചർച്ച നടന്നു. അവരോടും അവർ പറഞ്ഞത് ഞങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ട എന്നുള്ളതാണ്. ഈ പൈസയൊക്കെ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ കയറി എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും തന്നെ കയറിയിട്ടുണ്ടോ? എല്ലാവർക്കും കയറിയിട്ടുണ്ട്. പക്ഷേ അത് 3 മാസത്തെ സാലറി അല്ല തന്നത്. അത് ഞങ്ങൾക്ക് തരേണ്ട പൈസയും അത് ക്ലിയർ അല്ല. എന്ന് വെച്ചാൽ അത് 3 മാസത്തെ സാലറി അല്ലത്. എന്താണ് ഇങ്ങനെ കമ്പനി ഒരു തീരുമാനത്തിലേക്ക് പോകാനുണ്ടായ സാഹചര്യം? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിയിപ്പ് പിന്നീടെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഈവൻ ജനുവരി ടൈമിൽ ഒരു ടെർമിനേഷൻ അല്ലെങ്കിൽ ലേ ഓഫ് ഉണ്ടായിരുന്നു. ആ ടൈമിലും നമ്മൾ ചോദിച്ചായിരുന്നു ഇവിടെ HR ആയിട്ട്, ലൈക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമോ, നമ്മുടെ ജോബിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമോ. അപ്പോഴും അവർ നമ്മളെ കൺവിൻസ് ചെയ്തത് ഇല്ല, നിങ്ങളുടെ ജോബ് 100% സേഫാണ്, നമുക്ക് വോളിയം ഉണ്ട്, നിങ്ങളിവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു നോട്ടീസ് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ആരും ഇവിടെ നിൽക്കില്ലായിരുന്നു. ഇവരുടെ ഈ ഒരു കൺഫർമേഷൻ കണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ നിന്നത്. രാവിലെ എത്തിയപ്പോൾ കയറാൻ പറ്റിയില്ല? ഇല്ല, അവർ കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. 11 മണിക്ക് ശേഷം കയറാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം അതും അനുവദിക്കുന്നില്ല ഇവരുടെ സെക്യൂരിറ്റീസ്. അതുകൊണ്ട് നമുക്കിപ്പോൾ പുറത്തു നിന്ന് പ്രതിരോധിക്കുന്നതിനെതിരെ അതുതന്നെയാണ് ഇതിനു മുന്നേ റിസൈൻ ഇട്ടവരുണ്ടല്ലോ, അവരുടെ അടുത്ത് ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴും ഇവർ പറയുന്നത് ഇവിടെ ഇനി IJP ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും, നിങ്ങൾ പോവരുത് എന്ന രീതിയിലാണ് കൺവിൻസ് ചെയ്യുന്നത്. അതായത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ കൊളീഗ്സ് വേറെ ജോലി കിട്ടി പോകാൻ നമ്മൾ റിസൈൻ ചെയ്യുമല്ലോ. അപ്പോൾ ഇവർ നമ്മളുടെ അടുത്ത് മീറ്റിംഗ് നടത്തും, 1-on-1 മീറ്റിംഗ്. അവിടെ ഇവർ ബെൻസൺ അവിടെയും ബെൻസൺ നിൽക്കുന്നിടത്തും എനിക്ക് തോന്നുന്നു തൊഴിലാളികളൊക്കെ ഇന്നും അവിടെ എത്തിയിട്ടുണ്ട്. ഈ അവർക്കെതിരെയുള്ള ഈ നടപടിക്ക് ശേഷവും അവരുടെയൊക്കെ ഒരു നിലപാട് എന്താണ്? ഇതുമായി പൊരുത്തപ്പെടാൻ അവർ നിലവിൽ തയ്യാറാണോ? അല്ല അങ്ങനെയല്ല, വീണ്ടും ഈ ജോലി എന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? മറ്റ് ചർച്ചകൾ എന്തെങ്കിലും അവിടെയും നടക്കുന്നുണ്ടോ? ശ്യാമിലി, കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള കോറോ ഹെൽത്തിൻ്റെ ഓഫീസിന് മുൻപിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ 100-ലധികം ജീവനക്കാർ ഇപ്പോഴും ഇവിടെ രാവിലെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവരെ അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല
ഇവരുടെ മുകളിലുള്ള 1-ാം നിലയിലാണ് ഈ ഓഫീസ് ഉള്ളത്. ആ ഓഫീസ് പൂർണ്ണമായും തന്നെ അടച്ച് അതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇവിടുന്ന് പോയിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ജീവനക്കാരെല്ലാം തന്നെ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് വാഹനം ഇതിന്റെ പാർക്കിങ്ങിൽ വെക്കാൻ പോലും ഇവിടെയുള്ള ആളുകൾ, സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഇവിടെ കയറി നിൽക്കാൻ പോലും സ്ഥലമില്ല എന്നുള്ളതാണ്. ഇപ്പം കൊച്ചിയിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഹയർ ഒഫീഷ്യൽസ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരുമില്ല. ഇവിടെ ഹയർ ഒഫീഷ്യൽസ് ആയിട്ട് ആരുമില്ല. ഈവൻ HR ഡിപ്പാർട്ട്മെന്റ്, അഡ്മിൻ ഡിപ്പാർട്ട്മെന്റ് ആരുമില്ല. ഈവൻ വന്നു നോക്കിയപ്പോൾ മേലെ ഏതോ സെക്യൂരിറ്റി മാത്രം ഉണ്ട് തോന്നുന്നു. പക്ഷേ അവർ നമുക്ക് ഓഫീസാണെങ്കിൽ ഓപ്പൺ ചെയ്ത് തരുന്നുമില്ല. ഈവൻ നമ്മൾ ജസ്റ്റ് ഈ സ്റ്റെപ്പിൽ കയറി ഇരുന്നതിന് പോലും സെക്യൂരിറ്റീസ് നമ്മുടെ അടുത്ത് ഇറങ്ങാനാണ് പറഞ്ഞത്. ഈവൻ ഇതിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരുണ്ട്. ഈവൻ അവർക്ക് പോലും നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കാനോ ഒന്നിനുള്ളൊരു സൗകര്യം നമുക്കില്ല. ഇപ്പം 290-ലധികം ജീവനക്കാരുണ്ടായിരുന്നു ഇവിടെ. അവരെ പൂർണ്ണമായും തന്നെ ഒഴിവാക്കി ഓഫീസ് തന്നെ പൂർണ്ണമായി അടച്ച ഒരു സാഹചര്യത്തിലാണല്ലേ നിലവിലുള്ളത്? അതെ, ഇവിടെ ഏകദേശം ഒരു 250 to 300 അടുത്ത് ആൾക്കാരുണ്ട്. കൊച്ചിയിലും ഏകദേശം ഒരു 300 to 400, ടോട്ടൽ ഒരു 900 ആൾക്കാരുടെ അടുത്തുണ്ട്. ഇതിൽ മറ്റു ലൊക്കേഷനിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ചെന്നൈ അല്ലെങ്കിൽ ഹൈദരാബാദ്, അവിടെ നിന്ന് ത്രൂ IJP വഴി വന്നവർക്ക് മാത്രം റിട്ടേൺ അവരുടെ ഓൺ ലൊക്കേഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതും മാക്സിമം ഒരു 10-12 പേർക്ക് മാത്രമാണ് ഓപ്ഷൻ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരെയും അവർ സ്പോട്ട് ടെർമിനേഷൻ ആയിരുന്നു. അതാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ശ്യാമിൽ. ഇവർ ഈ ഇത്രയും നാൾ ഇവിടെ ജോലി ചെയ്തിരുന്ന 2 വർഷത്തോളമായി ഈ സ്ഥാപനം ഇവിടെ കോഴിക്കോട് തുടങ്ങിയിട്ട് അവിടെ 2 വർഷക്കാലത്തോളമായി ജോലി ചെയ്തിരുന്ന ജീവനക്കാരാണിത്. ഈ മഴയിൽ ആ സ്വന്തം സ്ഥാപനത്തിൻ്റെ തൊട്ട് താഴത്ത് മഴയിൽ നിൽക്കാൻ പോലും സ്ഥലമില്ലാതെ നിൽക്കുന്ന, മഴ നനഞ്ഞ് നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യമുള്ളത്. ഇതിൽ അസുഖങ്ങളുള്ള ആളുകളുണ്ട്, ഗർഭിണിയായ ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ അങ്ങനെ പല വിധത്തിലുള്ള അവസ്ഥകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ വലിയ ദുരിതത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ചർച്ചകൾ ഉണ്ടാകും, ഇവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷ ഇവർ പങ്കുവെക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഇവിടെ നടക്കാൻ സാധ്യതയുണ്ടോ? ഇവിടെ ഇപ്പൊ ഞങ്ങൾ MLA-നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രവേശനോത്സവത്തിന്റെ ഇതിൽ പുള്ളിക്കാരി കുറച്ച് തിരക്കാണ്. സോ ഒരു 10:30 ആകുമ്പോൾ പുള്ളിക്കാരി ഇങ്ങോട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു ഹോപ്പ് ഉണ്ട്, പ്രതീക്ഷിക്കാം. ശരി, കൊച്ചിയിൽ നിന്നും അബ്ദുൾ റഹീമും കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.